നമ്മൾ ഓടയം ബീച്ചിനടുത്തുള്ള സൺസെറ്റ് വില്ലയിലായിരുന്നു ഗസ്റ്റിന് സ്റ്റേ. അപ്പോൾ അവിടെ കൊണ്ട് ഗസ്റ്റിനെയൊക്കെ ഇറക്കിയിട്ട് ഇറങ്ങുന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു പൊളിഞ്ഞ ലോറി കണക്ക് കണ്ടെയ്നർ ലോറി കണക്ക് ഒരു സാധനം കിടക്കുന്നത്. ലോറി ഇല്ലെന്നേ ഉള്ളൂ, സംഭവം കണ്ടെയ്നറാണ്. കരക്കെടുത്ത കണ്ടെയ്നറാണ് ഈ കിടക്കുന്നത് കേട്ടോ. സംഭവം നല്ല കിടിലം വീക്ക് കണക്ക് ഇരിക്കുന്നത് കണ്ടെയ്നർ. ഇത്രയും കട്ടിയുള്ള സാധനം കടലിലടിച്ച് പിന്നെ ആയിപ്പോയി, പഞ്ഞിട്ടുണി കണക്കായിപ്പോയി. പിന്നെ ഇത് എന്തോ റെഫ്രിജറേഷൻ സംവിധാനമുള്ള കണ്ടെയ്നറായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തെല്ലാം പഞ്ഞിയും കാര്യങ്ങളൊക്കെ നല്ല കട്ടി പഞ്ഞിയൊക്കെ ഇരുന്ന് ബാക്കിയെല്ലാം പൊളിഞ്ഞു വാരിയൊക്കെ പോയി. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഒരു ബോക്സായിരുന്ന കണ്ടെയ്നർ ഇമാതിരി പൊളിഞ്ഞു പോകണമെങ്കിൽ കടലിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ചൊക്കെയാണ്. ഇതിനകത്ത് എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കിയെല്ലാം പൊളിഞ്ഞു. ഒരു വെള്ള ബോക്സായിരുന്നു. എന്തെങ്കിലും പേരുണ്ടായിരുന്നെങ്കിൽ ഏത് മുതലാളിയുടെ കണ്ടെയ്നർ നമുക്ക് അറിയാമായിരുന്നു. ഇതിപ്പോൾ എവിടത്തേക്ക് കൊണ്ടുപോയതാണോ എന്തിനാണെന്ന് അറിയാൻ പോയി. എന്തായാലും തീരത്തടിഞ്ഞ വേസ്റ്റുകളൊക്കെ എല്ലാവരും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇനി ഇവർക്ക് വേണ്ടേ എന്തോ. ആക്രിക്കാരൊക്കെ ഉള്ള മേഖലയാണ്. ഇങ്ങനെ നോക്കാനും കാണാനൊന്നും ആരുമില്ലായിരുന്ന ഒരാഴ്ച കൊണ്ട് ഇത് സുകുമാരേടൻ്റെ ആക്രിക്കടയിൽ ഇരിക്കും. അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഗ്യാസ് കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ AC സംവിധാനങ്ങളാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറണ്ടൊക്കെ എങ്ങനെ ഇരിക്കുമോ എന്തോ, അതായത് ഇൻബിൽറ്റ് ആണോ എന്തോ. എന്തായാലും സാധനം ഇവിടെ